നമ്മളിതേ ഇത് കണ്ടോ, നമ്മുടെ മുട്ടിനും മുകളിൽ പുല്ലുവളം നീക്കിയാണ് പാടത്തിൻ്റെ സൈഡ്. ആ റൂട്ട് പിടിച്ച് ഒരു സന്ധ്യ സമയമായപ്പോഴേക്കും നമ്മൾ ഇറങ്ങിയതാണ് കാസ്റ്റ് ചെയ്യാനായിട്ട്. അത്യാവശ്യം വരാലടിക്കുന്ന ടൈമാണ്, അതുകൊണ്ടാണ് നമ്മൾ വരാലടിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഓഷ്യൻ സ്റ്റേജാണ് കേട്ടോ. നമ്മുടെ എന്നത്തെയും വരാലുവൃത്തത്തിൻ്റെ ഒരു ഫേവറേറ്റ് റോഡാണ് ഓഷ്യൻ സ്റ്റേജ്. ഇത് കിട്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ചേറുമീനും വാഹയും വരാലും എല്ലാം അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലെ വീഡിയോസിൻ്റെ അകത്തുണ്ട്. എല്ലാവരും അപ്പോൾ ഒന്ന് കയറി കാണുക. ഗൈസ് അടിച്ച് അതെ ബ്രാവിടെ ഫ്ലൈ ഡാക്കിൻ്റെ അകത്ത് നമ്മുടെ ഫസ്റ്റ് വരാല് കേട്ടോ. ഇത് കണ്ടോ നല്ല രീതിയിൽ ഹുക്കപ്പായിട്ടുണ്ട്. ഇതേ ഹുക്ക് കയറിയിട്ട് ഇത് കണ്ടോ, അപ്പോൾ അവൻ്റെ പക്കയായിട്ട് ലിപ്പിൽ തന്നെ കയറി 2 ഹുക്ക് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഇവനെ ഒന്ന് നേരെ റിമൂവ് ചെയ്ത് നമ്മുടെ കവറിനകത്തിട്ട് ഇട്ടേക്കാം. കാരണം ഓമ്പടാ കണ്ട അതെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വരാൽ നമുക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് വരാൽ നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പം അടുത്തത് നമുക്കൊന്ന് എറിഞ്ഞ് നോക്കാം. നമ്മൾ നൈസായിട്ട് സൈഡ് ചേർന്ന് ഇങ്ങനെ പയ്യെ വലിച്ചുകൊണ്ട് വന്നാൽ മതി. മീൻ ആ സൈഡ് ചേർന്നാണ് കൂടുതലും ഈ സമയങ്ങളിൽ നിൽക്കാറ്. അപ്പോൾ അടി സ്ട്രൈക്ക് കിട്ടും. നമ്മളവനെ ഹുക്ക് ചെയ്യുക, കയറ്റുക. ഗൈസ് നമ്മുടെ രണ്ടാമത്തെ വരാലേ, നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വരാലാണ്. ഞാൻ ക്യാമറ ഓണല്ല നമ്മുടെ അറിയാണ്ട് ഓഫാക്കി കളഞ്ഞു. എന്താ ചെയ്യുന്നത്, നല്ല അത്യാവശ്യം നല്ലൊരു വരാൽ തന്നെ കേട്ടോ. കയറി അടിച്ച് കയറിയത് അതും അടിച്ച് ചെയ്യുന്ന ബ്രാവോയുടെ ഫ്ലൈറ്റാക്കിൻ്റെ അകത്താണ്. ഗ്രീൻ ഷെയ്ഡ് ഇപ്പം വരാലിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഗ്രീന്. നല്ല പക്ക ഹുക്കപ്പ്. എൻ്റെ മോനെ ഏത് നാക്കിനകത്താണ് ഹുക്കപ്പ്. വേണ്ട ഫ്രോഗ് ഇത്രയും കയറിയിട്ട് സ്പിന്നർ ഉൾപ്പെടെ അവൻ അടിച്ച് കയറ്റിയിട്ടുണ്ട്. നല്ല പക്ക ഹുക്കപ്പാണ്. ഇവന് പയ്യെ അഴിച്ചെടുക്കാം. അടിച്ച് എൻ്റെ മോനെ പായല് അതിക്കുവാടാ. നമുക്ക് അടിക്കുന്നത് പലതും പായൽ കാരണം പറഞ്ഞു പോവുക, ഒരു രക്ഷയില്ല.
യെസ് 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 ദേ ഇപ്രാവശ്യം മിസ്സാകല്ലെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അടിച്ചിട്ടുണ്ട് കൈസ്. എന്താ അത്യാവശ്യം നല്ല സെറ്റായിട്ടുള്ളൊരു വരാലെന്ന് അടിച്ചിട്ടുണ്ട്. ദേ വലിപ്പം കണ്ട കിട്ടില്ല സാധനം അടിച്ച് കയറിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയില്ല. പാമ്പാളാ സമ്മതിക്കുന്നില്ല. അതെ, ഫ്രോഗ് ഫുള്ളായിട്ട് അടിച്ച് വിഴുങ്ങിയിരിക്കുന്ന ബ്രാവോയുടെ ഫ്ലൈറ്റൊക്കെ കണ്ടോ, മൊത്തം അവൻ്റെ വായിക്കകത്താണ്. നല്ല കിടില ഹുക്കപ്പാണ് കിട്ടിയിരിക്കുന്നത്. അടിപൊളിയായിട്ട് ഇത് ഫ്രോ അകത്ത് കയറിയിട്ടുണ്ട്. നല്ല ഉള്ളിലാട്ടാ. ഞാൻ എടുക്കാൻ എന്തായാലും പാടുപെടും ഷൂറാ, കാരണം അടിപൊളിയായിട്ട് ഹുക്കായിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ ഇതേ ഫ്രോ ഉണ്ടോ, കിട്ടിലിനായിട്ട് അടിച്ച് ഹുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈസ് ഹുക്കപ്പ്. ഞാൻ എന്തായാലും ഇവന് ഇട്ടിട്ട് ഞാൻ ഫ്രോ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ പീസ് വരാൽ ഇങ്ങോട്ടുണ്ട്. ഓക്കെ, കിട്ടില്ല ഹുക്കപ്പാണ്. കിട്ടില്ല ഹുക്കപ്പ്, ഒരു രക്ഷയില്ലാത്ത ഹുക്കപ്പാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 2 എണ്ണം അടിച്ച് പോയി, പക്ഷെ അത് പായലായിട്ട് അടികൊണ്ടുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും മീൻ കയറിയനെ. നമ്മുടെ 3 മീൻ കയറിയിട്ടുണ്ട്. അടുത്ത ഇനി അടിക്കുമോ നമുക്ക് എറിഞ്ഞ് നോക്കാം. സന്ധ്യയായി വരുന്നത്, അതുകൊണ്ട് വീഡിയോയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവായിരിക്കും കേട്ടോ. അടുത്ത കയറി ആവൽദ. അടുത്തത് ആവൽദ. അടുത്തത് ഗൈസ്, അടുത്തത് നമ്മളത് പറഞ്ഞു തീർന്നേ ഉള്ളത്. നമുക്ക് അടുത്ത മീൻ കയറിയിട്ടുണ്ട്, നൈസായിട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ 4ാമത്തെ മീൻ. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ 4ാമത്തെ മീനാണ് കയറിയിരിക്കുന്നത്. ഓക്കെ, ഇത് പറഞ്ഞു തീർന്നില്ല. കൂട്ടുകാരൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മീൻ അടിച്ചാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് കിട്ടില്ല ഒരു ഹുക്കപ്പ് കിട്ടി, മീൻ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, 4ാമത്തെ മീൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവനും അവിടെ മീൻ അടിച്ച് കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും കാസ്റ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ മീൻ അടിക്കുന്നുണ്ട് ഗൈസ്. നമുക്കത് ടൈം കളയാനായിട്ടില്ല. കിട്ടിലും വരാലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ മീൻ അടിക്കുന്നുണ്ട്. സന്ധ്യ സമയം നോക്കി നമ്മൾ ഇറങ്ങിയ അപ്പോൾ നമുക്ക് മീൻ്റെ സ്ട്രൈക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ഓക്കെ, എടാ അത് വീട്ടിൽ മറ്റേ മീനിട്ടിട്ട് അമ്മ അടുത്തത് പക്ഷേ ഗൈസ് ഇത് തീരെ ചെറിയ മീനാണ് കേട്ടോ. ഇവനെ നമ്മൾ റിലീസ് ചെയ്യാൻ പോവാം.